أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 8 നോമ്പുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൗതികപരമായ പല ലക്ഷ്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ, തൻ്റെ മക്കൾ ഉന്നത പദവികൾ നേടണമെന്നും വിദ്യാഭ്യാസം നേടണമെന്നുമെല്ലാം ആഗ്രഹിക്കുന്ന ആളുകൾ, തനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ലക്ഷ്യം കണ്ട് അതിൻ്റെ പിറകെ പോകുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് സഞ്ചരിക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ള ആളുകൾ എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യം എന്നുള്ളത്? ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ അവിടെ ആ മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അവിടെയാണ് ഒരു വിശ്വാസിക്ക് പറയുവാൻ സാധിക്കുക, എൻ്റെ ലക്ഷ്യം എന്നുള്ളത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഭൗതികപരമായ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ തനിക്ക് നല്ല ജീവിതം നയിക്കുവാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ലക്ഷ്യമായി വെക്കാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനു പുറമെ അവൻ ഒന്നാമതായി അവന്റെ ഹൃദയത്തിൽ കുറിക്കേണ്ട ലക്ഷ്യമെന്നുള്ളത്, അവന്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തേണ്ട ഒരു മാർഗമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാൻ എന്തൊക്കെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ടോ ആ രൂപത്തിലായിരിക്കണം അവൻ ക്രമപ്പെടുത്തേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ആ റബ്ബിനെ കണ്ടുമുട്ടുവാൻ നിരന്തരമായി നാം പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ പറയുന്നു, അസ്അലുക ഖുർറത ഐനി ലാ തൻഖതിഅ. ഒന്നാമതായി അല്ലാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നത് ഖുർറത ഐനി, കൺകുളിർമ നൽകണമെന്നുള്ളതാണ്. നമുക്ക് ഭൗതികപരമായ കൺകുളിർമ ലഭിക്കും. നമ്മുടെ മക്കൾ വലിയ ഒരു ജോലി കരസ്ഥമാക്കി കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺകുളിർമ ലഭിക്കും. അതിന് അങ്ങനെ തൻ്റെ മക്കൾക്കുണ്ടാകുന്ന നേട്ടങ്ങളിലൊക്കെ മാതാപിതാക്കൾക്ക് കൺകുളിർമ കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിലുള്ള കൺകുളിർമയല്ല.
പ്രവാചകൻ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞു ലാ തൻഖതിയ, മുറിഞ്ഞു പോകാത്ത കൺകുളിർമയാണ്. എന്താണ് മുറിഞ്ഞു പോകാത്ത കൺകുളിർമ എന്ന് പറഞ്ഞാൽ? അതായത് ഈമാനോടുകൂടിയുള്ള കൺകുളിർമയാണ്. നമുക്ക് മക്കളുണ്ട് എങ്കിൽ അവർ പഠന മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മറ്റ് അവരുടേതായ കാര്യങ്ങളിലൊക്കെ വളരെ മികവ് പുലർത്തുന്ന ആളുകളാണ്. പക്ഷേ 5 വക്ത് നമസ്കാരത്തിന് അവർ പള്ളിയിൽ വരുന്നില്ല. വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം അവരിൽ നിന്നുണ്ടാകുന്നില്ല. എന്നാൽ ഒരു നല്ല മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളിൽ അവർക്ക് കൺകുളിർമ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുന്നത് എന്തെന്നും നിലനിൽക്കുന്ന ഈമാനോട് കൂടിയ കൺകുളിർമ ലഭിക്കുവാൻ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജുഅലത ഖുർറത ഐനി ഫിസ് സ്വലാത്ത്. പ്രവാചകന് ഭൗതികപരമായി എന്തെല്ലാം കാര്യങ്ങൾ നേടാനുള്ള സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ജുഅലത ഖുർറത ഐനി ഫിസ് സ്വലാത്ത്, നമസ്കാരത്തിലാണ് എനിക്ക് ഏറ്റവും കൺകുളിർമ ലഭിച്ചിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിലുള്ളത് വഅസ്അലുക റിദാ ബഅദൽ ഖദാ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് എൻ്റെ റബ്ബ് കണക്കാക്കിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ തൃപ്തിപ്പെടാനുള്ള ആ തൃപ്തിയെ, ആ മാനസികാവസ്ഥയെയാണ് രണ്ടാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാട് അവൻക്കുണ്ടായിരിക്കും. ഇതെന്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കണക്കാക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിൽ ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇന്ന ഇദമൽ ജസാഇ മഅ ഇദമൽ ബലാ. ശക്തമായ ഒരു പരീക്ഷണം ഒരു വിശ്വാസി ഏൽക്കുകയാണ് എങ്കിൽ അതിലവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻക്ക് അതേ രൂപത്തിൽ ശക്തമായ പ്രതിഫലം, അങ്ങേയറ്റം വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അല്ലാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫമൻ റളിയ ഫലഹു റിളാ. ആ പരീക്ഷണം റബ്ബിൽ നിന്നുള്ള, റബ്ബ് സുബ്ഹാനഹു വ തആല വിധിച്ചതാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അവൻക്ക് റിളയുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമതായിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നത് വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നന്മയാർന്ന സുഖകരമാർന്ന തണുപ്പോടുകൂടിയുള്ള ജീവിതം എനിക്ക് നൽകണേ എന്നുള്ളതാണ് മൂന്നാമതായി ഈ പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ വിശ്വാസമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം. പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ആരൊക്കെ ആ ജീവിതത്തെ നിഷേധിച്ചാലും, ബർസഖി ജീവിതത്തെ നിഷേധിച്ചാലും, ഖബർ ശിക്ഷയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാകണം ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ പരലോക ജീവിതം നമ്മളിൽ വന്നെത്തുക തന്നെ ചെയ്യുമെന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഫഹസിബതും, നമ്മോട് ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അതേപോലെ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു മടങ്ങുകയില്ല എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പരലോകം, ഇനിയൊരു പരലോക ജീവിതം കടന്നു വരില്ല എന്ന രൂപത്തിൽ അതിനെ നിഷേധിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മറുപടി നൽകുന്നത് കാണുവാൻ സാധിക്കും. സൂറത്തുൽ യാസീനിലെ 78-ാമത്തെ വചനത്തിലൂടെ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച് മറന്ന ആളുകൾക്ക് ഒരു ഉത്തമ ഉദാഹരണം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, അവർ പറയുകയാണ്, ജീർണിച്ചു പോയ ഈ എല്ലിൽ നിന്ന് എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൃഷ്ടിക്കുക? ആ സമയത്ത് റബ്ബിന്റെ മറുപടി, കുൽ, നബിയെ പറയുക, യുഹ്യിഹ അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം അതിനെ
നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മറുപടി പറയുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോൾ പരലോക ജീവിതം എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വരെ അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി, ഒരു സത്യവിശ്വാസിയും ഒരു സത്യവിശ്വാസിനിക്കും മരണം വരെ നിരന്തരമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, അവന്റെ ശാരീരികമായി, വവലദിഹി, അതേപോലെ തന്നെ അവന്റെ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകും. വമാലിഹി, അവന്റെ ധനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എന്നിട്ട് പറഞ്ഞു ഹത്താ യൽഖല്ലാ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ സുഖത്തോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു സന്ദർഭത്തെ ചോദിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ബർസഖി ജീവിതം എന്നുള്ളത് ഖബറിൽ ശക്തമായ ചൂട് അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തിക്ക് കടം ബാക്കി നിൽക്കുകയുണ്ട്, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക എന്ന്. ഇത് കേട്ട സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ആ മനുഷ്യന്റെ കടം ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും അതിന് ശേഷം ഖബറടക്കി പിറ്റേ ദിവസം ആ സ്വഹാബിയെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ സ്വഹാബ, താങ്കൾ ആ കടം വീട്ടിയിട്ടുണ്ടോ എന്ന്. ആ സ്വഹാബി പറഞ്ഞു, പ്രവാചകൻ, ഞാൻ മറന്നുപോയി, എന്തായാലും ഞാൻ ഇന്ന് വീട്ടാം. രണ്ടാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ലയോ സ്വഹാബി, താങ്കൾ ആ കടം വീട്ടിയിട്ടുണ്ടോ? ആ സ്വഹാബി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ആ കടം കൊടുത്ത് വീട്ടിയിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇപ്പോഴാണ് ആ മനുഷ്യർക്ക് ഖബറിൽ ചൂട് നഷ്ടപ്പെടുകയും തണുപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ചൂട് അനുഭവിക്കുന്ന ആ ഖബർ ജീവിതത്തിൽ, ബർസഖി ജീവിതത്തിൽ നമുക്ക് തണുപ്പ് നൽകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നാം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഭാഗം, വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മഭാഗമുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക, അല്ലാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആ ഒരു ആസ്വാദനമുണ്ടല്ലോ, അത് നീ എനിക്ക് നൽകണമേ എന്ന്. വശൗഖ ഇലാ ലിഖാഇക, അതേപോലെ തന്നെ നിന്നെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹമുണ്ടല്ലോ, അതും എനിക്ക് നീ നൽകണേ എന്ന് ചോദിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കണം. ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അതേപോലെ തന്നെ ആ റബ്ബിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സ്വർഗത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതമായ പദവി എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ റബ്ബിനെ നേരിൽ കണ്ടുമുട്ടുന്ന ആ സന്ദർഭമുണ്ടല്ലോ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നേരിൽ കണ്ടു നിൽക്കുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആസ്വാദനമുണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അത്രയധികം ആസ്വാദനത്തോടു കൂടിയായിരിക്കും സ്വർഗത്തിലുള്ള ആളുകൾ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് രൂപത്തിലാണ് അവൻ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ഏത് രൂപത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുറച്ച് ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ, ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറെ ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചു. ആ സമയത്ത് പ്രവാചകൻ നൽകിയ മറുപടി, ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദരി ലൈസ ദൂനഹു സഹാബുൻ, മേഘങ്ങളൊന്നുമില്ലാത്ത 14-ാം രാവിൽ ചന്ദ്രനെ നിങ്ങൾക്ക്
നേരിട്ട് കാണുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ആ വന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഖാലു ലാ യാ റസൂലല്ലാഹ്, ഒരിക്കലുമില്ല, ഞങ്ങൾക്കൊരു തടസ്സവുമില്ല. വീണ്ടും പ്രവാചകൻ ചോദിക്കുകയാണ്, ഫഹൽ തുമാറൂന ഫീ ശംസി ലൈസ ദൂനഹാ സഹാബ്, ഒരു പകലിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മേഘവുമില്ലാത്ത സമയത്ത് സൂര്യനെ നേരിട്ട് കാണുവാൻ നിങ്ങൾക്ക് വല്ല തടസ്സവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ, ഒരു തടസ്സവുമില്ല. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, ഫഇന്നകും തറൗന കദാലിക്, ആ രൂപത്തിലായിരിക്കും, അപ്രകാരം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണുവാൻ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, നരകത്തിലേക്കുള്ള ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം, സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അവസാനം സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന അവസാനത്തെ മനുഷ്യന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവസാനം ഒരു മനുഷ്യൻ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുവാൻ വേണ്ടി വരും. ആ മനുഷ്യൻ ഏത് രൂപത്തിലാണ് കടന്നു പോകുന്നത്? അവൻ കടന്നു പോകുന്നത് കുറച്ചെണ്ണം നടന്നതിന് ശേഷം പിന്നീട് വീഴും, പിന്നീട് എണീറ്റ് വീണ്ടും നടക്കും. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ സിറാത്ത് പാലത്തിലൂടെ അപ്പുറം കടന്നതിന് ശേഷം അവൻ പറയും, റബ്ബേ, ആർക്കും നൽകാത്ത മഹത്തരമായ അനുഗ്രഹമാണ് നീ എനിക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന ആളുകളുണ്ട്, കുതിരയുടെ വേഗത്തിലൂടെ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വമ്പിച്ച പ്രതിഫലമാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആ മനുഷ്യൻ നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആസ്വാദനം കൊണ്ട്, സന്തോഷം കൊണ്ട് പറയുകയാണ്, റബ്ബേ, ആർക്കും നൽകാത്ത മഹത്തായ പ്രതിഫലമാണ് റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുള്ളത് എന്ന്. അങ്ങനെ ആ മനുഷ്യൻ സിറാത്ത് പാലം കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുറജുൻ യജീഉ ബഅദഹ ഉദ്ഖില അഹ്ലുൽ ജന്നതി ജന്ന, സ്വർഗ്ഗത്തിലുള്ള ആളുകളെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവസാനം ഒരു മനുഷ്യൻ കടന്നു വരും. അങ്ങനെ ആ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കും, അയ്യ റബ്ബി കൈഫ വഖദ് നസല الناس منازلهم واخذوا اخذاتهم, അല്ലാഹുവേ, എനിക്ക് മുമ്പ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച ആളുകൾ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവർ അവിടെ നേടിക്കഴിഞ്ഞു, ഇനി എന്താണ് എനിക്ക് അവിടെ ലഭിക്കാനുള്ളത് എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് റബ്ബ് പറയും, അതർദ അൻ യകൂന ലക മിസ്ലു മുൽകിൻ മലികിൻ മിൻ മുലൂകി ദുനിയ, ഒരു ദുനിയാവിൽ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് ലഭിക്കുന്ന അത്ര സുഖസൗകര്യങ്ങൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നീ തൃപ്തിപ്പെടുമോ എന്ന് ചോദിക്കും. ആ മനുഷ്യൻ പറയും, റളീതു റബ്ബി, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, എന്നാൽ നിനക്ക് അതിന്റെ 4 ഇരട്ടി ആ സ്വർഗ്ഗത്തിൽ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ വീണ്ടും അല്ലാഹുവിനോട് പറയും, റളീതു റബ്ബി, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവസാനം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടും അവസാനം സ്വർഗ്ഗത്തിലേക്ക് കടന്നു വന്നിട്ടും ഇത്രയധികം പ്രതിഫലം നീ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ എന്തൊക്കെ വിചാരിക്കുന്നുവോ, നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിനക്ക് ആ സ്വർഗ്ഗത്തിൽ ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം സ്വർഗ്ഗത്തിലേക്ക് കടന്നു വന്ന മനുഷ്യർക്ക് അവിടെ നൽകുകയാണ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ അറിയിക്കുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണെന്ന് അറിയിക്കുകയാണ് ഈ ഹദീസിൽ നിന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സ്വർഗ്ഗത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതിനു ശേഷം അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്കിനി എന്തെങ്കിലും അധികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വർഗ്ഗവാസികൾ എല്ലാവരും ഒരുമിച്ച് പറയും, ഇനി എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത്? നരകത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശമുള്ളതാക്കി സ്വർഗ്ഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിലും വലുത് എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചോദിക്കുമെന്നാണ്. ആ സമയത്ത് റബ്ബ് പറയും, ഇനി നിങ്ങൾക്കൊന്ന് ലഭിക്കുവാനുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം ഒന്നുമല്ലാതായി തീരുന്ന ആ രൂപത്തിലുള്ള മഹത്തായ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും.
എന്നിട്ട് ഫയർഫഉൽ ഹിജാബ്, അല്ലാഹുവിനെ കാണാൻ തടസ്സമായിട്ടുള്ള മറയുണ്ടല്ലോ, അത് ഉയർത്തപ്പെടും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹി സുബ്ഹാനഹു വതആല, അങ്ങനെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകൾ എല്ലാവരും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സാഹചര്യം അവർക്ക് അവിടെ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത്. ആ റബ്ബിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളമായി ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, ആരെങ്കിലും എന്നെ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മുടെ ജീവിതം ആ രൂപത്തിലാണ് നാം ഓരോരുത്തരും ക്രമീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ, പ്രവാചകനെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ, തീർച്ചയായും നിങ്ങളെ പോലുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ. പക്ഷേ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്, എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് എന്നുള്ളത് ഒരുവനായ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആ റബ്ബിനെ ആരെങ്കിലും കണ്ടുമുട്ടുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അതേപോലെ അല്ലാഹുവിൽ യാതൊന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ യാതൊന്നിനെയും നാം പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ എത്ര തന്നെ സ്വതക്ക ചെയ്താലും, എത്ര തന്നെ നമസ്കാരം നിർവഹിച്ചാലും, നോമ്പനുഷ്ഠിച്ചാലും, മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്താലും റബ്ബ് സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർത്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ആ കർമ്മങ്ങളൊന്നും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ആ കർമ്മങ്ങൾക്കൊന്നും നാളെ റബ്ബ് സുബ്ഹാനഹു വതആല പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു നൽകുന്ന ഒരു വാഗ്ദാനം, ഒരു താക്കീതുണ്ട്. വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ തീർച്ചയായും താങ്കൾക്ക് നൽകപ്പെട്ടതുപോലെ, വഹി നൽകപ്പെട്ടതുപോലെ, വഇലല്ലദീന മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പുള്ള ആളുകൾക്കും നൽകപ്പെട്ടതുപോലെ. എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകരെ താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ താങ്കളുടെ മുഴുവൻ അമലുകളും അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ ശിർക്ക് ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഏത് രൂപത്തിലും, ജീവിതത്തിന്റെ ഏത് സന്ദർഭ ഘട്ടങ്ങളിലും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം നാം പ്രാർത്ഥിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മളിൽ ഉണ്ടാകേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ചെറിയ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറയുന്ന ഒരു ഉപദേശം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ആവശ്യപ്പെടുകയാണ് എങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം ആവശ്യപ്പെടുക. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു, വഅലം, നീ അറിയണം, അല്ലയോ ഇബ്നു അബ്ബാസ് താങ്കൾ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്കൊരു നന്മ ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നന്മയായി എന്തൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലാതെ മറ്റൊന്ന് അവർക്ക് നന്മയായി ചെയ്യുവാൻ സാധിക്കുകയില്ല, നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുകയില്ല എന്ന ഒന്നാമത്തെ വാഗ്ദാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. രണ്ടാമതായി പറഞ്ഞു, വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, തിന്മയായി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയത് എന്തൊക്കെയുണ്ടോ അതല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ ആദർശം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ മറ്റാർക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് റബ്ബിനെ കണ്ടുമുട്ടുവാൻ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നാം അടിസ്ഥാനപരമായി നിലനിർത്തേണ്ട കാര്യം എന്നുള്ളത്. രണ്ടാമത് ഫല്യഅമൽ അമലൻ സ്വാലിഹ, നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കടന്നു വരണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരമാവധി സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകളാകണം. അതാണ് രണ്ടാമത്തേതായി നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് റമദാൻ എന്നുള്ളത്. റബ്ബ് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം കൂടിയാണ്. രണ്ട് വ്യക്തികളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ രണ്ട് വ്യക്തികൾ, ഒരു മനുഷ്യൻ ഷഹീദായവനാണ്, രണ്ടാമത്തെ മനുഷ്യൻ ഒരു വർഷം കൂടി ആയുസ് ലഭിക്കുകയും ആ ഒരു വർഷത്തിൽ ഒരു റമദാൻ കൂടി ലഭിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടു പേരിൽ ഏറ്റവും ഉന്നതനെന്ന് പഠിപ്പിച്ചത് ആ റമദാൻ ലഭിച്ച മനുഷ്യനാണ്. കാരണം അവന്റെ ജീവിതത്തിൽ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു റമദാൻ കൂടുതൽ ലഭിച്ചു എന്നുള്ളതാണ് അതിന് കാരണമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരു അവസരമാണ് റമദാൻ എന്നുള്ളത്. അതിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഈ രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ പഠിപ്പിക്കുന്നത്, ആ വ്യക്തിയോട് ഒന്നാമതായി പറഞ്ഞത്, നീ സുബഹി നമസ്കാരത്തെയും അതേപോലെ തന്നെ അസർ നമസ്കാരത്തെയും നിന്റെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പാഴാക്കാതെ കൃത്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുപോവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസം കടന്നു വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ടവരല്ല നാം ഓരോരുത്തരും. സുബഹി ജമാഅത്ത് റമദാൻ മാസം കടന്നു വരുമ്പോൾ മാത്രം നിലനിർത്തി പോകേണ്ടതല്ല, മറിച്ച് റമദാനിലും റമദാനിലല്ലാത്തപ്പോഴും സുബഹി ജമാഅത്തിന് നാം കൃത്യമായി പള്ളിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ തിരക്കിലാണെങ്കിലും അസ്ർ ജമാഅത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. കാരണം ആ റബ്ബിനെ കണ്ടുമുട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സുബഹി നമസ്കാരത്തെയും അസ്ർ നമസ്കാരത്തെയും കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകളാണ് അവർക്ക് റബ്ബിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുമെന്ന് ആ ഹദീസിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന, രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട പ്രാർത്ഥന, അത് ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പുകാർക്ക്, നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് രണ്ട് സന്തോഷമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിലൊരു സന്തോഷം അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ലഭിക്കുന്ന സന്തോഷമാണ്. രണ്ടാമതായി കൊണ്ട് പഠിപ്പിച്ചത് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവൻക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്, സന്തോഷമുണ്ട്. അതാണ് രണ്ടാമത്തെ സന്തോഷമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അത് നമുക്ക് സ്വർഗത്തിൽ ഉന്നത പദവി നേടുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർണ്ണമായി മനഃപ്പാടമാക്കിയ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത്, നാളെ പരലോകത്തെ സ്വർഗത്തിൽ ചില ആളുകൾ കടന്നു വരും. അവർ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് അവർ. അങ്ങനെ അവർ നാളെ പരലോകത്ത് സ്വർഗത്തിൽ കടന്നു വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ ദുനിയാവിൽ ഏത് രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ദുനിയാവിൽ വിശുദ്ധ ഖുർആനിനോട് നീ ഏത് രൂപത്തിലാണ് സമീപനം പുലർത്തിയിട്ടുള്ളത്, ആ വിശുദ്ധ ഖുർആൻ നീ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ ആ മനുഷ്യൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവസാനം അവൻ നിർത്തുന്ന വചനം ഏതാണ്, ആ വചനം നിർത്തുന്നത് വരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവന്റെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചാണോ അവൻ അവസാനിപ്പിക്കുന്നത് അവിടെയായിരിക്കും സ്വർഗത്തിൽ അവന്റെ പദവി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നാം പാരായണം ചെയ്യുന്നതിന് എത്ര സമയമെടുക്കും, ആ സമയമത്രയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയമത്രയും നമ്മുടെ ദറജകൾ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി അങ്ങേ അറ്റത്തിലുള്ള ഏറ്റവും ഉന്നത ദറജയിലേക്ക് നമ്മെ എത്തിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഹ്ല
അഹ്ലദ് ദറജാത്തിൽ ഉല, തീർച്ചയായും സ്വർഗ്ഗത്തിൽ അങ്ങേ അറ്റത്തുള്ള ആളുകൾ, ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾ എന്നുള്ളത് ലയറാഹും മൻ തഹ്തഹും, അവർക്ക് താഴെയുള്ള ആളുകൾ അവർ ഏത് രൂപത്തിലാണ് താഴെയുള്ള ആളുകൾ അവരെ ഉന്നതിയിലുള്ള ആളുകളെ ഏത് രൂപത്തിലാണ് കാണുന്നത്? കമാ തറൗന നജ്മ താലിഅ ഫീ ഉഫുഖിസ് സമാ, താഴെയുള്ള ആളുകൾ ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് ഏത് രൂപത്തിലാണ് അവർ കാണുക? അത്രയധികം വിദൂരത്തിലായിരിക്കും സ്വർഗത്തിലെ താഴെ തട്ടിലുള്ള ആളുകൾ ഉയർന്ന തട്ടിലുള്ള ആളുകളെ നോക്കിക്കാണുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, വഇന്ന അബൂബക്കർ വഉമർ മിൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ആ ദറജയിലാണ് ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത തരത്തിലുള്ള പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പദവികളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നത പദവി, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്നതിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും വലുത്, ആ വലുതായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നത്, അസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആസ്വാദനമുണ്ടല്ലോ, അതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗക ഇലാ ലിഖാഇക, അതേപോലെ തന്നെ റബ്ബേ അതിനുള്ള ആഗ്രഹവും എനിക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണം. കാരണം ആഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമാണ്, ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം ഒന്നാമതായി. എന്നാൽ മാത്രമേ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറയുകയാണ്. ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങളെ ബാധിക്കുന്ന വിപത്തുകളിൽ ഒരു വിപത്താണ് മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുക എന്നുള്ളത്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുകയാണ്, പ്രവാചകരെ, മരണത്തെ ആർക്കാണ് വെറുപ്പില്ലാത്തത്? എല്ലാവർക്കും മരണത്തോട് ഭയമാണ് ഉണ്ടായിരിക്കുക, എല്ലാവർക്കും മരണത്തെ വളരെ പേടിയാണ്. ആർക്കാണ് മരണത്തോട് ഇഷ്ടമുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ആയിഷ, അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് മലക്ക് അവന്റെ റൂഹിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ മരണം ഉറപ്പായി എന്ന് അവൻക്ക് തോന്നുന്ന സമയമുണ്ടല്ലോ, അവൻക്ക് ഉറപ്പായും മരണം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് മരണത്തോടടുക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അവൻ പറയും, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യൻ പറയുമെന്നാണ്, എനിക്കെന്റെ റബ്ബിനെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണമെന്ന് ആവർത്തിച്ച മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ ഒരു സത്യനിഷേധിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുമെന്നാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ എനിക്ക് അങ്ങേയറ്റം വെറുപ്പാണ്, എനിക്കെന്റെ റബ്ബിനെ കാണണ്ട എന്ന് ആ മനുഷ്യൻ പറയും. കാരണം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ മനുഷ്യൻ തിന്മയിലൂടെ ജീവിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്തുകൊണ്ട് വളരെ മോശമായ ഹറാമുകളിൽ ജീവിച്ച മനുഷ്യനാണ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളെ ആലോചിച്ചുകൊണ്ട് ആ തിന്മകൾ മുഖേന ഇനി എങ്ങനെയാണ് എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുക, ആ റബ്ബിനെ കാണുമ്പോൾ എത്ര ഭയാനകരമായിരിക്കും എനിക്കുള്ള ശിക്ഷ എന്ന് ആലോചിച്ച് എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടണ്ട എന്ന് ഒരു സത്യനിഷേധിയായ മനുഷ്യൻ പറയും. എന്നാൽ പ്രവാചകൻ ആദ്യം പഠിപ്പിച്ചു, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടുമുട്ടുവാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണോ ആ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, നമസ്കാരം കൃത്യമായ ജീവിതത്തിൽ സൂക്ഷിച്ച ആളുകൾ, അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ സ്ഥിരമാക്കിയ ആളുകൾ, അല്ലാഹു അല്ലാതെ മറ്റാരെയും വിളിക്കാത്ത
അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഈ ആളുകൾ അവരുടെ ജീവിതം ആ രൂപത്തിൽ ക്രമപ്പെടുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണസമയത്ത് അവർക്ക് നൽകിയ അനുഗ്രഹം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. വദന്ന അന്നഹുൽ ഫിറാഖ്, മരണം ഉറപ്പായി എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അവൻ പറയുന്ന വാക്ക് എന്താണ്? അവൻ പറയും, എനിക്ക് എൻ്റെ റബ്ബിനെ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിക്കേണ്ടത്. നമുക്ക് മരണപ്പെടുന്ന സമയത്ത്, റൂഹ് പിടിക്കുവാൻ വേണ്ടി മലക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കേണ്ടത്, എനിക്ക് എൻ്റെ റബ്ബിനെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാനുള്ള ആഗ്രഹമുണ്ട്, അതെനിക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന് ആവർത്തിച്ച് നമുക്ക് പറയുവാൻ സാധിക്കണമെന്നുള്ളതാണ്. ഖബർ ജീവിതം കഴിഞ്ഞ് പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടും. തിന്മയിൽ ജീവിച്ച ആളുകൾ, അതേപോലെ തന്നെ പലിശ കൊണ്ടും ഹറാമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ച ആളുകൾ, എന്നാൽ മറുവശത്ത് നന്മയിൽ ജീവിച്ച സ്വർഗം ലഭിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ അതിൽ സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തണം. ഇനി ആ സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആളുകളുമുണ്ടല്ലോ, അവരിലും നമുക്ക് ഉൾപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ നാം ഓരോരുത്തരും ക്രമീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്ക് പല ആളുകളെയും കാണാൻ ആഗ്രഹമുണ്ടാകും, പല ആളുകളെയും ഫോണിലൂടെ പരിചയമുണ്ടാകും, പക്ഷെ നേരിട്ട് കാണാൻ പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ആ രൂപത്തിലല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനമുണ്ടല്ലോ, അതങ്ങേയറ്റമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. ആ രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ലഭിക്കുന്ന ആസ്വാദനം, സ്വർഗത്തിലേക്കാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുകൊണ്ട് ചോദിക്കുന്നത്. ആ സ്വർഗത്തിലുള്ള ആളുകൾ ആ നേരത്ത് പറഞ്ഞ കാര്യം എന്താണ്? തുരീദൂന ശൈഅൻ അസീദുക്കും എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യർ പറഞ്ഞത്, ഇതിലും വലുത് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത് എന്നുള്ളതാണ്. സ്വർഗത്തിലെ സുഖാനുഭൂതികളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഫലങ്ങൾ അവിടെ ലഭിക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രതിഫലങ്ങളൊക്കെ നേടിയ ആളുകളാണ് സ്വർഗത്തിലുള്ളത്. ഉന്നത പ്രതിഫലം നേടിയവരുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അങ്ങേയറ്റ ദറജയിലെത്തിയ ആളുകളുണ്ട്. ഈ ആളുകളുടെ മുമ്പിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുകൊണ്ട് ചോദിക്കുന്നത്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നടങ്കം പറയുന്നത്, റബ്ബേ, ഇതിലും വലുത് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഇതിലും വലുത് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അതേപോലെ നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തില്ലേ? ഇതിൽ വലുത് എന്താണ് ലഭിക്കാനുള്ളത്? പ്രിയപ്പെട്ടവർ, ഇതിൽ വലുത് നമുക്കും എന്താണ് ലഭിക്കാനുള്ളത്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എൻ്റെ മുഖത്തെ, അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുഖത്തെ പ്രദർശിപ്പിക്കുകയും അവരെല്ലാവരും അതിലേക്ക് നോക്കി നിൽക്കുകയും ഇതുവരെ ലഭിച്ചതെല്ലാം ഒന്നുമില്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ലബ്ധത്തോടുകൂടി ഈമാനോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ തിന്മകൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങി തിന്മകളെല്ലാം മായിച്ച അവസ്ഥയിൽ, പൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ നമുക്ക് കൺകുളിർമ ലഭിക്കണം, നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളിർമ ലഭിക്കണം. കുടുംബത്തോടുകൂടി പള്ളികളിൽ കടന്നു വന്ന് ഈ രൂപത്തിലുള്ള ക്ലാസുകളിൽ ഇരിക്കുവാനും തറാവീഹ് നമസ്കാരത്തിൽ കുടുംബസമേതം നമുക്ക് പങ്കെടുക്കാനും നമ്മുടെ കുടുംബം അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൺകുളിർമ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ മക്കൾ 5 വഖത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരുന്നു, വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നു, ഇമാമത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു മക്കൾ നമുക്കുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മക്കളിൽ നമുക്ക് കൺകുളിർമ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള കൺകുളിർമ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നേരത്ത് നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം എന്നാ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കണം. ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കുവാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സജ്ജീകരിപ്പിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ റമദാൻ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ റമദാനിനെ വളരെ
ഫലപ്രദമായ രൂപത്തിൽ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് റമദാൻ എന്നുള്ളത്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു റമദാനിൽ ഈ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ റമദാനിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഉറപ്പും പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ലഭിച്ച അവസരത്തെ ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് സമയത്തെ നാം ഓരോരുത്തരും വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരു സ്വഹാബി പഠിപ്പിക്കുന്നത്, ആരെങ്കിലും ഒരു സമയത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹുമായുള്ള ബന്ധത്തെയാണ് അവൻ നഷ്ടപ്പെടുത്തുന്നത്. കാരണം അവന്റെ ജീവിതത്തിൽ റബ്ബ് നൽകിയ ഒരു അനുഗ്രഹമാണ് ഒഴിവു സമയം എന്നുള്ളത്. അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തെയാണ് അവൻ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് മരണത്തെക്കാൾ അപകടം നിറഞ്ഞതാണ് സമയത്തെ പാഴാക്കുക. കാരണം മരിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ തൻ്റെ കുടുംബക്കാരും തൻ്റെ സഹോദരന്മാരും തൻ്റെ അയൽവാസികളുമായുള്ള ബന്ധത്തെയാണ് മുറിക്കുന്നത്. എന്നാൽ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തെയാണ് മുറിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ 2 കാര്യങ്ങൾ അവൻ ഓർമ്മിപ്പിച്ചു. ഒന്ന്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അതിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. രണ്ടാമത്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുക. ഈ 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിക്കുവാൻ, ആരോഗ്യത്തോടുകൂടി രാത്രി നമസ്കാരങ്ങളിൽ സജീവത പുലർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين وارحمنا يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.